തൃശൂരിൽ ഓൺലൈൻ ഭക്ഷണ വിതരണ കമ്പനിയായ സ്വിഗ്ഗിയുമായി കരാറിലെത്തിയ തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിന് തയ്യാറെടുക്കുകയാണ്. ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചതും തൊഴിൽ ചൂഷണത്തിനുമെതിരെയാണ് തൃശൂരിലും പരിസരത്തുമായി ജോലി ചെയ്യുന്ന 600-ലധികം തൊഴിലാളികൾ സമരത്തിനൊരുങ്ങുന്നത്. 6 വർഷത്തിലേറെയായി ഭക്ഷണ വിതരണ രംഗത്തും 2 മാസത്തിലേറെയായി പലചരക്ക് വിതരണ മേഖലയിലും ജോലി ചെയ്യുന്നവരാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നത്. പെട്രോളിന് 65 രൂപ മാത്രം വിലയുണ്ടായിരുന്ന കാലത്ത് പ്രഖ്യാപിച്ച പ്രതിഫലം കൂട്ടണമെന്നാണ് പ്രധാന ആവശ്യം. അനിശ്ചിതകാല സമരത്തിന് മുന്നോടിയായി സ്വിഗ്ഗിക്ക് കീഴിൽ തൃശൂർ നഗരത്തിലെ പുഴയ്ക്കൽ, മണ്ണുത്തി, പൂത്തോൾ, മുളങ്കുന്നത്തുകാവ് കേന്ദ്രങ്ങളുടെയും ഇൻസ്റ്റാമാർട്ടിന്റെ പൂത്തോൾ, കുരീച്ചിറ കേന്ദ്രങ്ങളുടെയും മുന്നിൽ തൊഴിലാളികൾ സൂചന സമരം നടത്തി. മുമ്പത്തെ പേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീക്ക്ലി ഇൻസെൻറ്റീവ് തരുമായിരുന്നു, ഡെയിലി ഇൻസെൻറ്റീവ്സ് തരുമായിരുന്നു, പെട്രോൾ അലവൻസ് തരുമായിരുന്നു. ഇതെല്ലാം കൂടി നമുക്കൊരു നല്ലൊരു വരും. പിന്നെ വണ്ടിയുടെ പണികളെല്ലാം അതിൽ കഴിച്ച് നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ഇതായി പോകും. പക്ഷേ ഇപ്പോഴത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അന്നത്തെ മണിക്കൂറുകൾ 9.5 മണിക്കൂർ മടക്കിയത് തന്നെ ഒരു 1500 രൂപ ഉണ്ടാക്കുന്നവരായിരുന്നു. ഇപ്പോൾ നമ്മൾ 16 മണിക്കൂർ മടക്കിയതാലും 1000 രൂപ എന്നുള്ള അവസ്ഥയിലോട്ട് മാറി. അതിൽ 500 രൂപ പെട്രോൾ പോകും. മറ്റേത് ഇൻസെൻറ്റീവ്സും മറ്റുള്ള കാര്യങ്ങൾക്കും പെട്രോൾ അലവൻസ് ഒക്കെ തരുമ്പോൾ അതിൽ അറിയണ്ടായിരുന്നില്ല. വണ്ടിയുടെ പണികളായാലും നമ്മൾ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നു. അപ്പോൾ ഒന്നും പറ്റാത്ത രീതിയിലായിട്ടായപ്പോഴാണ് എല്ലാവരും കൂടി സ്ട്രൈക്കിന് ഇറങ്ങിയത്. 12 മണിക്കൂറിലധികം ജോലി ചെയ്താൽ ശരാശരി 500 രൂപ മാത്രമാണ് ലഭിക്കുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. പെട്രോൾ അലവൻസോ ഇൻസെന്റീവോ ഇൻഷുറൻസ് പരിരക്ഷയോ ഇല്ല. ഡെലിവറി ചാർജായി കിട്ടുന്നത് 5 രൂപ മാത്രം. ഇത് 10 രൂപയെങ്കിലുമാക്കി പുതുക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെടുന്നു. ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനകത്തില്ല. നമ്മൾ ഇവിടുന്ന് നമുക്ക് ചിലപ്പോൾ ഒരു 6 കിലോമീറ്റർ അവർ നമുക്ക് കവർ ചെയ്യാൻ തരുന്നത് ഒരു 12-13 മിനിറ്റ് ആയിരിക്കും അവർ നമുക്ക് തരുന്നത്. പക്ഷെ നമ്മൾ അതിനുള്ളിൽ അവിടെ ഓടി ചെല്ലുമ്പോഴത്തേക്ക് എന്ത് വേണമെങ്കിലും ഇതാവാം. അങ്ങനെ ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നൊരു ഒന്നും സെക്യൂർ അല്ല. പിന്നെന്ന് പറയുന്നത് ഇതിനകത്ത് 8 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ആ 8 മണിക്കൂറിൽ ഒരു 6 മിനിറ്റ് നമ്മൾ താമസിച്ച അന്നത്തെ ഇൻസെൻറ്റീവ് പോയി. ഇപ്പോൾ ഇപ്പം നോർമലി നമ്മൾ മുന്നേ ഒരു 10 മണിക്കൂർ വർക്ക് ചെയ്താൽ എത്തുന്ന ഒരു ഏണിങ്സ് ഇപ്പോൾ ഒരു 19-20 മണിക്കൂർ മാത്രം വർക്ക് ചെയ്തെങ്കിലേ ആ ഒരു ഏണിങ്സ് കിട്ടുന്നുള്ളൂ. തൃശൂർ നഗരത്തിൽ മാത്രം സ്വിഗ്ഗിക്ക് കീഴിൽ 350-ലേറെ ആളുകളും പലചരക്ക് വിതരണം നടത്തുന്ന ഇൻസ്റ്റാമാർട്ടിന് കീഴിൽ 250-ലേറെ പേരുമാണ് ജോലി ചെയ്യുന്നത്. തൊഴിലാളികൾക്ക് പിന്തുണയുമായി CITU അടക്കമുള്ള ചില സംഘടനകൾ രംഗത്തെത്തി. സൂചന സമരത്തെ തുടർന്ന് സ്വിഗ്ഗി അധികൃതർ തൊഴിലാളികളുമായി ചർച്ച നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം നടക്കുന്ന ചർച്ചയിൽ പരിഹാരമായില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാനാണ് തൊഴിലാളികൾ തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.